ചാണക്യനീതി, കോടീശ്വരനാകാനുള്ള രഹസ്യങ്ങൾ. സുഹൃത്തുക്കളെ, ചാണക്യൻ വളരെ അർത്ഥവത്തായ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. സമ്പന്നനാകുക എന്നത് പ്രയാസമുള്ള കാര്യമല്ല. സമ്പന്നരെപ്പോലെ ചിന്തിക്കുക എന്നതാണ് പ്രയാസം. ഇവിടെ നിന്നാണ് ഒരു സാധാരണക്കാരനെ കോടീശ്വരനാക്കാൻ കഴിയുന്ന ആ യാത്ര തുടങ്ങുന്നത്. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. കോടീശ്വരനാകുക എന്നത് പ്രയാസമുള്ള കാര്യമല്ല. വേണ്ടത് ശരിയായ ചിന്താഗതിയും ശരിയായ തന്ത്രവും ശരിയായ ദിശയുമാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ചാണക്യനീതിയിലെ അമൂല്യമായ ആ സൂത്രങ്ങൾ പറഞ്ഞുതരാൻ പോകുകയാണ്. അത് സമ്പന്നനാകാനുള്ള രഹസ്യം വെളിപ്പെടുത്തുക മാത്രമല്ല, പണം എങ്ങനെ സമ്പാദിക്കണം, എങ്ങനെ കൈകാര്യം ചെയ്യണം, എങ്ങനെ വർദ്ധിപ്പിക്കണമെന്നും പഠിപ്പിക്കുന്നു. നിങ്ങളിവ ശരിയായി മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ഭാഗ്യം തന്നെ മാറ്റാൻ സാധിക്കുന്ന ഗുപ്തമായ കാര്യങ്ങളാണിവ. അതിനാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നും പരിമിതമായ ചിന്താഗതികളിൽ നിന്നും പുറത്തുവന്ന് വിജയകരവും സമൃദ്ധവുമായ ഒരു ജീവിതം നയിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന ഒരവസരമാണ്. നമുക്ക് തുടങ്ങാം. നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്ന ചാണക്യനീതിയിലെ ആ രഹസ്യങ്ങൾ അറിയാം. 1-ാം അധ്യായം, ധനത്തിന്റെ ശക്തി തിരിച്ചറിയുക. ചാണക്യൻ പറയുന്നു, ധനം എന്നത് ബുദ്ധിമാനായ ഒരാളുടെ കൈകളിൽ ഒരു ആയുധമായി മാറുന്ന ശക്തിയാണ്. ഇതിന്റെ അർത്ഥം നിങ്ങളുടെ കൈവശം പണമില്ലെങ്കിൽ നിങ്ങളുടെ അറിവും കഴിവും അധ്വാനവും അപൂർണമായി തുടരുമെന്നാണ്. വലിയ തീരുമാനങ്ങൾ എടുക്കാനും പുതിയ അവസരങ്ങൾ പിടിച്ചെടുക്കാനും ജീവിതത്തെ പുതിയ ഉയരങ്ങളിൽ എത്തിക്കാനും പണം നിങ്ങളെ സഹായിക്കുന്നു. എന്നാൽ ഇതേ പണം ഒരു വിഡ്ഢിയുടെ കയ്യിൽ കിട്ടിയാൽ അതവനെ നാശത്തിന്റെ വഴിയിലേക്ക് നയിക്കും. നിങ്ങൾ കോടീശ്വരനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം നിങ്ങളുടെ ചിന്താഗതി മാറ്റണം. ദരിദ്രനും ധനികനും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം മനസ്ഥിതിയിലാണ്. പണം സമ്പാദിക്കുന്നത് വളരെ പ്രയാസമാണെന്നും താൻ സമ്പന്നനാകാൻ യോഗ്യനല്ലെന്നും തന്റെ ഭാഗ്യം മോശമാണെന്നും ദരിദ്രൻ ചിന്തിക്കുന്നു. എന്നാൽ പണം സമ്പാദിക്കാൻ പല വഴികളുണ്ടെന്നും മറ്റൊരാൾക്ക് സമ്പന്നനാകാമെങ്കിൽ എനിക്കും സാധിക്കുമെന്നും എന്റെ അറിവും അധ്വാനവും കൊണ്ട് എനിക്ക് കോടീശ്വരനാകാമെന്നും ധനികൻ ചിന്തിക്കുന്നു. ഈ ചിന്താഗതിയിലെ വ്യത്യാസമാണ് നിങ്ങളുടെ വിജയവും പരാജയവും തീരുമാനിക്കുന്നത്. പണം മോശമായ ഒന്നാണെന്നോ സമ്പന്നർ സ്വാർത്ഥരാണെന്നോ പലരെയും ചെറുപ്പം മുതലേ പഠിപ്പിക്കാറുണ്ട്. എന്നാൽ സത്യമെന്താണ്? ചാണക്യൻ വ്യക്തമായി പറയുന്നു, ധനത്തിലൂടെയാണ് ധർമ്മം സംരക്ഷിക്കപ്പെടുന്നത്. ധനത്തിലൂടെ അറിവ് വർദ്ധിക്കുന്നു. ധനത്തിലൂടെ സമൂഹത്തിൽ ബഹുമാനം ലഭിക്കുന്നു. പണം അത്ര മോശമാണെങ്കിൽ വലിയ രാജാക്കന്മാരും പണ്ഡിതന്മാരും അത് നേടാൻ ശ്രമിക്കുമായിരുന്നു. വാസ്തവത്തിൽ പണം ഒരിക്കലും മോശമല്ല. അതിന്റെ തെറ്റായ ഉപയോഗമാണ് മോശം. നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ കോടീശ്വരനാകണമെങ്കിൽ ഈ 3 കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുവിൻ. 1. പണത്തെക്കുറിച്ചുള്ള ചിന്ത മാറ്റുക. പണം സമ്പാദിക്കുന്നത് പ്രയാസമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അത് എന്നും പ്രയാസമായി തന്നെ തുടരും. എന്നാൽ പണം സമ്പാദിക്കുന്നത് എളുപ്പമാണെന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങളുടെ തലച്ചോർ അതിനുള്ള വഴികൾ സ്വയം കണ്ടെത്താൻ തുടങ്ങും. ഓർക്കുക, അവസരങ്ങൾ തിരിച്ചറിയുന്നവരാണ് സമ്പന്നരാകുന്നത്. ഒഴികഴിവുകൾ പറയുന്നവർ പിന്നിലായിപ്പോകുന്നു. 2. പണത്തിന് മുൻഗണന നൽകുക. നിങ്ങൾക്ക് സമ്പന്നനാകണമെങ്കിൽ പണം സമ്പാദിക്കുക എന്നത് നിങ്ങളുടെ മുൻഗണനയായി മാറണം. ഇതിൽ നാണിക്കേണ്ട കാര്യമില്ല. സ്വയം ദിവസവും ചോദിക്കുക, ഞാൻ എന്റെ സമയവും ഊർജ്ജവും ശരിയായ ദിശയിലാണോ ഉപയോഗിക്കുന്നത്? ഉത്തരം അല്ല എന്നാണെങ്കിൽ ഉടൻ തന്നെ നിങ്ങളുടെ തന്ത്രം മാറ്റുക. 3. നിക്ഷേപിക്കുന്ന ശീലം വളർത്തുക. ചാണക്യൻ പറയുന്നു, ഒഴുക്കില്ലാത്ത ധനം നശിച്ചുപോകും. അതായത് പണം സമ്പാദിച്ച ശേഷം അത് ശരിയായ സ്ഥലത്ത് നിക്ഷേപിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. നിങ്ങളുടെ ധനം വർദ്ധിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് തുടർച്ചയായി വരുമാനം നൽകുന്ന സ്രോതസ്സുകളിൽ നിക്ഷേപിക്കുക. സുഹൃത്തുക്കളെ, ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നരും സാധാരണക്കാരും തമ്മിലുള്ള യഥാർത്ഥ വ്യത്യാസം എന്താണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അത് വെറും ഭാഗ്യമാണോ? അല്ല, യഥാർത്ഥ വ്യത്യാസം ചിന്തിക്കുന്ന രീതിയിലും പ്രവർത്തിക്കുന്ന രീതിയിലുമാണ്. കോടീശ്വരനാകാൻ വലിയ ബിസിനസ് വേണമെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. എന്നാൽ സത്യമെന്തെന്നാൽ ചാണക്യനീതിയിലെ ഈ 10 സൂത്രങ്ങൾ പിന്തുടർന്നാൽ ഏതൊരാൾക്കും കോടീശ്വരനാകാൻ സാധിക്കും. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി പൂർണ്ണമായും മാറ്റാൻ ഈ സൂത്രങ്ങൾ ജീവിതത്തിൽ ഉൾപ്പെടുത്തുക. സൂത്രം 1. സമ്പന്നനാകാനുള്ള ചിന്ത വികസിപ്പിക്കുക. സമ്പന്നത എന്നത് ഒരു ചിന്താഗതിയാണ്, അല്ലാതെ യാദൃശ്ചികമായി സംഭവിക്കുന്നതല്ല. നിങ്ങളുടെ മനസ്സിൽ പണം സമ്പാദിക്കുന്നത് പ്രയാസമാണെന്ന് ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും സമ്പന്നനാകില്ല. ചാണക്യൻ പറയുന്നു, മനുഷ്യന്റെ മനസ്സ് തന്നെയാണ് അവന്റെ ഭാഗ്യത്തിന്റെ നിർമ്മാതാവ്. സൂത്രം 2. വരുമാനത്തിന്റെ പല സ്രോതസ്സുകൾ ഉണ്ടാക്കുക. ഒരു ജോലിയിലോ ബിസിനസ്സിലോ മാത്രം ഒതുങ്ങി നിന്നാൽ നിങ്ങൾക്ക് സാമ്പത്തിക സുരക്ഷിതത്വം ലഭിക്കില്ല. അനേകം വരുമാന മാർഗങ്ങളുള്ളവരാണ് വിജയികൾ. സൂത്രം 3. പണം ചിലവാക്കുകയല്ല, നിക്ഷേപിക്കുക. പണം കയ്യിലുണ്ടായിട്ടും അത് തെറ്റായ സ്ഥലത്ത് ചിലവാക്കിയാൽ നിങ്ങൾ തുടങ്ങിയിടത്ത് തന്നെ തിരിച്ചെത്തും. ബിസിനസ്, സ്റ്റോക്ക്, ഗോൾഡ് തുടങ്ങിയവയിൽ നിക്ഷേപിക്കുക. സൂത്രം 4. വരുമാനത്തേക്കാൾ കുറച്ച് ചിലവാക്കുക, ബാക്കി നിക്ഷേപിക്കുക. സമ്പാദിക്കുന്നതിനേക്കാൾ കൂടുതൽ ചിലവാക്കിയാൽ നിങ്ങൾ എന്നും ബുദ്ധിമുട്ടിലാകും. ലാഭിക്കുന്ന തുക നിക്ഷേപിച്ച് പണം വർദ്ധിപ്പിക്കുക. സൂത്രം 5. സമയത്തിന്റെ ശരിയായ വിനിയോഗം. ധനികനും ദരിദ്രനും 24 മണിക്കൂർ വീതമാണുള്ളത്. ധനികർ സമയം നിക്ഷേപിക്കുന്നു, ദരിദ്രർ അത് വെറുതെ കളയുന്നു. സൂത്രം 6. അറിവും നൈപുണ്യവും വർദ്ധിപ്പിക്കുക. അറിവാണ് ഏറ്റവും വലിയ ധനം. പുതിയ സ്കില്ലുകൾ പഠിക്കുക, മാർക്കറ്റ് ട്രെൻഡുകൾ മനസ്സിലാക്കുക. സൂത്രം 7. ശരിയായ ആളുകളുടെ കൂട്ടുകെട്ട്. വിജയിച്ചവരോടൊപ്പം നിൽക്കുക.
ധനികർ അവസരങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ദരിദ്രർ കഷ്ടപ്പാടുകളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. സൂത്രം 8. ശീലങ്ങൾ സമ്പന്നരെപ്പോലെയാക്കുക. നിങ്ങളുടെ ദൈനംദിന ശീലങ്ങളാണ് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി തീരുമാനിക്കുന്നത്. അച്ചടക്കമുള്ള ശീലങ്ങൾ വളർത്തുക. സൂത്രം 9. ഓരോ മാസവും സാമ്പത്തിക ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുക. ലക്ഷ്യമില്ലാത്ത ഓട്ടം എവിടെയുമെത്തില്ല. എത്ര സമ്പാദിക്കണം, എത്ര ലാഭിക്കണമെന്ന് കൃത്യമായി പ്ലാൻ ചെയ്യുക. സൂത്രം 10. വിവേകത്തോടെ റിസ്ക് എടുക്കുക. വെറുതെ പണം ലാഭിച്ചതുകൊണ്ട് മാത്രം നിങ്ങൾ സമ്പന്നനാകില്ല. ശരിയായ സമയത്ത് റിസ്ക് എടുക്കാൻ തയ്യാറാകണം. എന്തുകൊണ്ടാണ് കഠിനാധ്വാനം ചെയ്തിട്ടും പലർക്കും കോടീശ്വരനാകാൻ കഴിയാത്തത്? ഇതിന്റെ ഉത്തരം നമ്മുടെ തടസ്സങ്ങളിലാണ്. ചാണക്യൻ പറയുന്നു, സ്വന്തം ബലഹീനതകൾ മനസ്സിലാക്കി അവ മാറ്റാത്തവർ വിജയത്തിൽ നിന്ന് അകന്നു നിൽക്കും. തടസ്സം 1. ദാരിദ്ര്യ ചിന്താഗതി. ഭാഗ്യത്തെ കുറ്റപ്പെടുത്താതെ ഞാൻ സമ്പന്നനാകാൻ യോഗ്യനാണെന്ന് വിശ്വസിക്കുക. തടസ്സം 2. അലസതയും തെറ്റായ ശീലങ്ങളും. ജോലി മാറ്റിവെക്കുന്ന ശീലം ഒഴിവാക്കി നേരത്തെ എഴുന്നേൽക്കാനും കൃത്യമായി പ്ലാൻ ചെയ്യാനും ശീലിക്കുക. തടസ്സം 3. അനാവശ്യ ചിലവുകളും കടവും. അത്യാവശ്യവും ആഡംബരവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. തടസ്സം 4. നെഗറ്റീവ് കൂട്ടുകെട്ടുകൾ. നിങ്ങളുടെ ധൈര്യം ചോർത്തുന്നവരിൽ നിന്ന് അകന്നു നിൽക്കുക. തടസ്സം 5. തെറ്റായ നിക്ഷേപവും സാമ്പത്തിക അറിവില്ലായ്മയും. അറിവില്ലാതെ നിക്ഷേപിക്കുന്നത് നഷ്ടമുണ്ടാക്കും. പണത്തെക്കുറിച്ചുള്ള അറിവ് വർദ്ധിപ്പിക്കുക. തടസ്സം 6. ഒരു വരുമാനത്തെ മാത്രം ആശ്രയിക്കൽ. ഇത് സാമ്പത്തികമായ വലിയ അപകടമാണ്. തടസ്സം 7. റിസ്ക് എടുക്കാനുള്ള ഭയം. ഭയം നിങ്ങളെ തളച്ചിടും. ചെറിയ റിസ്കുകൾ എടുത്ത് മുന്നേറാൻ പഠിക്കുക. സമ്പന്നർ മന്ത്രവാദമല്ല ചെയ്യുന്നത്, അവർ ചില ഗുപ്തമായ രീതികൾ പിന്തുടരുന്നു. 1. പണം ചിന്തയിലൂടെയാണ് ഉണ്ടാകുന്നത്, അധ്വാനത്തിലൂടെ മാത്രമല്ല. സ്മാർട്ടായി പ്രവർത്തിക്കുക. 2. ഒന്നിലധികം വരുമാനമാർഗങ്ങൾ, പാസീവ് ഇൻകം സ്രോതസ്സുകൾ കണ്ടെത്തുക. 3. നിക്ഷേപകല പഠിക്കുക. എത്ര നേരത്തെ തുടങ്ങുന്നോ അത്രയും നല്ലത്. 4. പണത്തിന്റെ കളി മനസ്സിലാക്കുക. ഫിനാൻഷ്യൽ പുസ്തകങ്ങൾ വായിക്കുക. 5. നെറ്റ്വർക്കിംഗ്. ശരിയായ ആളുകളുമായി ബന്ധം സ്ഥാപിക്കുക. 6. സമയക്രമീകരണം. സമയം നിങ്ങളുടെ ഏറ്റവും വലിയ മൂലധനമാണ്. 7. വലിയ സ്വപ്നങ്ങൾ കാണുക. വലിയ ലക്ഷ്യങ്ങൾ നിങ്ങളെ വിജയത്തിലെത്തിക്കും. സമ്പന്നരിൽ കാണപ്പെടുന്ന 10 ശീലങ്ങൾ. 1. രാവിലെ നേരത്തെ എഴുന്നേറ്റ് ദിവസം പ്ലാൻ ചെയ്യുക. 2. നിരന്തരമായ വായനയും അറിവ് സമ്പാദനവും. 3. പണം ശരിയായി മാനേജ് ചെയ്യുക. 4. ഒന്നിലധികം വരുമാനമാർഗങ്ങൾ. 5. പുതിയ സ്കില്ലുകൾ പഠിച്ച് സ്വയം അപ്ഡേറ്റ് ചെയ്യുക. 6. ശരിയായ ആളുകളുമായി ബന്ധം നിലനിർത്തുക. 7. നിശ്ചയദാർഢ്യവും ക്ഷമയും. 8. കൃത്യസമയത്ത് തീരുമാനങ്ങൾ എടുക്കുക. 9. ആരോഗ്യത്തിന് മുൻഗണന നൽകുക. 10. സമയത്തെ ബഹുമാനിക്കുക. ധനികരുടെ 5 രഹസ്യങ്ങൾ. 1. 80/20 നിയമം. ഏറ്റവും ഫലം നൽകുന്ന 20% ജോലികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. 2. പണം നിങ്ങൾക്കായി പണിയെടുക്കട്ടെ. നിക്ഷേപങ്ങളിലൂടെ വരുമാനമുണ്ടാക്കുക. 3. സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിക്കുക. നിങ്ങളുടെ മേഖലയിൽ സ്പെഷ്യലിസ്റ്റ് ആകുക. 4. സ്കെയിലബിൾ ബിസിനസ്. വേഗത്തിൽ വളരുന്ന ബിസിനസ് മോഡലുകൾ കണ്ടെത്തുക. 5. സമ്പന്നമായ മനസ്ഥിതി. വലുതായി ചിന്തിക്കുക. ഈ അറിവ് ഒരു തുടക്കം മാത്രമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇത്തരം അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. നന്ദി സുഹൃത്തുക്കളെ, വീണ്ടും കാണാം. അതുവരെ സന്തോഷത്തോടെയിരിക്കുക, പഠിച്ചുകൊണ്ടേയിരിക്കുക.